ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കീസാണ്. ഈ കുക്കീസ് ഞാൻ ഓവനിലല്ല ഉണ്ടാക്കിയെടുക്കുന്നത്, പ്രഷർ കുക്കറിലാണ്. എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ കുക്കീസ് പ്രഷർ കുക്കറിൽ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കിനി കുക്കീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. പ്രഷർ കുക്കറിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഈ കുക്കീസും പ്രഷർ കുക്കറിൽ ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പ്രഷർ കുക്കർ പ്രീഹീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പ്രഷർ കുക്കർ പ്രീഹീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ ഇതിനു മുൻപ് ഉപയോഗിച്ച ഉപ്പ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ഈ ഉപ്പിനൊരു കളർ മാറ്റമുള്ളത്. ഈ ഉപ്പൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഈ ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പ് എത്ര തവണ വേണമെങ്കിലും നമുക്ക് ബേക്കിങ്ങിനായിട്ട് എടുക്കാവുന്നതാണ്. ഞാൻ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് വീണ്ടും ഈ ഉപ്പ് തണുത്ത ശേഷം മാറ്റി വെക്കും. അടുത്ത പ്രാവശ്യം ഇതുപോലെ കുക്കറിൽ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഉപ്പിന് മുകളിൽ ഒരു ലെവൽ പ്ലേറ്റ് വെച്ച് കൊടുക്കണം. ഇനി ബേക്ക് ചെയ്യാനുള്ള പ്ലേറ്റ് നമ്മൾ ഈ ലെവൽ പ്ലേറ്റിന്റെ മുകളിലാണ് നമ്മൾ വെച്ച് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇത് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ലെവൽ പ്ലേറ്റ് വെച്ച ശേഷം കുക്കറിന്റെ വാഷർ നമ്മൾ ഊരത്തില്ല. കുക്കറിന്റെ വാഷർ ഇതുപോലെ തന്നെ വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. കുക്കർ മൂടിയിട്ട് 10 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിലേക്ക് വെയിറ്റ് ഇടത്തില്ല. ഈ സമയം നമുക്ക് കുക്കീസിന്റെ മിക്സിങ് തയ്യാറാക്കി എടുക്കാം. ഒരു വലിയ ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഞാനിവിടെ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇത് 1/2 കപ്പുണ്ട്. ഈ 1/2 കപ്പ് ബട്ടർ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഫ്രീസറിൽ നിന്ന് അരമണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വെച്ച ബട്ടറാണ്, അല്ലാതെ ഇത് ചൂടാക്കിയ ബട്ടർ അല്ല. ഇതിലേക്ക് ഇനി 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു വിസ്ക് കൊണ്ട് നല്ലതുപോലെ ഇതൊന്ന് വിസ്ക് ചെയ്തെടുക്കണം. നമ്മൾ കൈ എടുക്കാതെ ഒരു 5 മിനിറ്റ് എങ്കിലും ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/4 കപ്പ് മൈദ എടുത്തിരിക്കുകയാണ്. ഈ മൈദ ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. അതും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു നുള്ള സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം, അതായത് ബേക്കിംഗ് സോഡ. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഇട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഇത് ഉരുട്ടിയെടുക്കാം. ഇനി ഈ കുക്കീസ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേക്കിംഗ് ട്രേ എടുക്കണം. അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. പിന്നെ ഈ കുക്കീസിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വാൾനട്ടും കുറച്ച് പിസ്തയും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ മാവെടുത്ത് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുക്കാം. ഒന്ന് ഉരുട്ടിയ ശേഷം ഒന്ന് പരത്തി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. പിന്നെ ഇതിന്റെ സെന്ററിൽ ഇതുപോലെ ഒരു കട്ടിട്ട് കൊടുക്കാം. ഇതുപോലെ ഇതിൽ ഞാൻ പിസ്ത വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇതിനെ ഈ ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൽ ഞാൻ വാൾനട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ ഈ ഇരിക്കുന്ന മാവെല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടി ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ബേക്കിംഗ് ട്രേയിൽ വെച്ചെടുക്കാം. കുക്കീസ് എല്ലാം ഞാനിവിടെ ഇതുപോലെ റൗണ്ട് ചെയ്ത് ഒന്ന് പരത്തിയിട്ട് പിസ്തയും വാൾനട്ടും വെച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് പ്രീഹീറ്റ് ചെയ്ത കുക്കറിൽ ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതുപോലെ ബേക്കിംഗ് ട്രേയിൽ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത്.
അല്ലെങ്കിൽ നമ്മളിത് ബേക്കായി വരുമ്പോഴേക്ക് കുറച്ചുകൂടി ഇത് ലാർജ് ആകും. ലാർജ് ആകുമ്പോൾ നമ്മൾ അടുത്തടുത്താണ് വെക്കുന്നതെങ്കിൽ അത് തമ്മിൽ ഒട്ടാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് വെക്കുന്നത്. ഇനി ഇതിന് പുറത്തേക്ക് കുറച്ച് മിൽക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. ഇനി നമുക്കിത് കുക്കറിനുള്ളിലേക്ക് മാറ്റാം. കുക്കർ ഇവിടെ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇതിനുള്ളിൽ നിന്ന് സ്റ്റീം വരുന്നുണ്ട്. ഇങ്ങനെ സ്റ്റീം വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനുള്ളിൽ നല്ല ചൂടായിട്ടുണ്ട്. നല്ല ചൂടാവുമ്പോഴാണ് ഈ കുക്കറിന്റെ ഈ ഭാഗത്ത് നിന്ന് സ്റ്റീം വരുന്നത്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ബേക്കിംഗ് ട്രേ ഇതിനുള്ളിലേക്ക് വെക്കാം. ഇതിപ്പോ നല്ലതുപോലെ ചൂടായിരിക്കുവാണ്. നമ്മൾ ഈ ബേക്കിംഗ് ട്രേ ഇതിനുള്ളിലേക്ക് വെക്കുമ്പോൾ സൂക്ഷിച്ചു വേണം വെക്കേണ്ടത്, അല്ലെങ്കിൽ കൈ പൊള്ളും. ഞാനിവിടെ ബേക്കിംഗ് ട്രേ ഇതിനുള്ളിലേക്ക് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കുക്കർ മൂടിയിട്ട് ലോ ഫ്ലെയിമിൽ 18 മുതൽ 20 മിനിറ്റ് വരെ വെച്ച് ഇത് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ കുക്കറിന്റെ വാഷർ ഊരത്തില്ല, വാഷർ ഇതുപോലെ തന്നെ ഇട്ടിരിക്കും. ഇതിലേക്ക് നമ്മൾ വെയിറ്റ് ഇടത്തില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ വെയിറ്റ് ഉപയോഗിക്കത്തില്ല. ഇനി ഗ്യാസിന്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ലോ ഫ്ലെയിമിലാക്കിയിട്ട് 18 മുതൽ 20 മിനിറ്റ് വരെയാണ് ഇത് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈം. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതിന് ഓപ്പൺ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിടണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിവിടെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, നല്ലതുപോലെ ഇതിനുള്ളിൽ നിന്ന് സ്റ്റീം വരുന്നുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. കണ്ടോ, കുക്കീസ് ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടാണ് വെച്ചിരുന്നത്. ഇപ്പോൾ കുക്കീസ് റെഡി ആയപ്പോഴേക്ക് എല്ലാം അടുത്തടുത്താണ് ഇരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഗ്യാപ്പ് ഇട്ട് നമ്മൾ കുക്കീസ് വെക്കണം എന്ന് പറയുന്നത്. ഇനി ഇത് കൈ പൊള്ളാതെ ഇതിൽ നിന്ന് പുറത്തെടുക്കാം. ഇനി ഉപ്പ് നല്ലതുപോലെ തണുത്ത ശേഷം ഒരു ബോട്ടിലാക്കിയിട്ട് അടുത്ത് നമ്മൾ ഇതുപോലെ തന്നെ ബേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുക്കീസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് ഈ ബേക്കിംഗ് ട്രേയിൽ നിന്ന് മാറ്റാവുന്നതാണ്. തണുത്ത ശേഷം മാത്രമേ നമ്മൾ ബേക്കിംഗ് ട്രേയിൽ നിന്ന് മാറ്റത്തുള്ളൂ. ഇത് തണുത്ത് കഴിയുമ്പോഴാണ് നല്ല ക്രിസ്പി ആവുന്നത്. ഇതിവിടെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്കിംഗ് ട്രേയിൽ നിന്ന് മാറ്റാവുന്നതാണ്. കണ്ടോ, ഇതുപോലെയാണ് ഈ കുക്കീസ് ഇരിക്കുന്നത്. നമ്മളിത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യുന്ന അതേ സ്ട്രക്ചർ തന്നെയാണ് നമ്മൾ പ്രഷർ കുക്കറിലും ബേക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്. കണ്ടോ, ബേക്ക് ചെയ്യുമ്പോൾ നല്ല മണമാണ് വരുന്നത്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുക്കീസ് ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് അഭിപ്രായം അറിയിക്കണം. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.